ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എവിടെ രാജലക്ഷ്മി? വാ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഹിയർ ഈസ് എ ഗുഡ് ന്യൂസ് ആൻഡ് സർപ്രൈസ് ഫോർ യു. എന്താ മോളെ? റിലീസിംഗ് ഓർഡർ കോടതി വെറുതെ വിട്ടു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എല്ലാത്തിന്റെയും മുകളിൽ ഒരു ന്യായാധിപനുണ്ടല്ലോ, ഈശ്വരൻ. അവന്റെ തീർപ്പ് നമുക്ക് അനുകൂലമാവുള്ളൂ എന്ന്. ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ ഇത്രയും നാൾ രാജലക്ഷ്മി കാത്തിരുന്നത്. വല്യമാമ ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്താലേ വീട്ടു സാധനങ്ങൾ 2 ദിവസം കൊണ്ട് പൂനെയിലെത്തും. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ നാട്ടിലൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഈ ഒരു വിവരം അറിയാൻ അവരും കാത്തിരിക്കുക. അയ്യോ ഞാൻ മറന്നു. സാറിന് എന്താ കുടിക്കാൻ? താങ്ക്സ്. ഇത്രയും നാൾ കാർമേഘം മൂടിയ മനസ്സായിരുന്നു അതിൻ്റെത്. ഇപ്പോഴാ ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്തായാലും ഇവിടെ വെച്ച് സംഭവിച്ചതെല്ലാം എന്നും നല്ലൊരു ഓർമ്മയായി മനസ്സിലിരിക്കട്ടെ. ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. എനിവേ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കേറ്. ഓക്കെ. ഓ
ഗുഡ് മോർണിംഗ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? എന്താ മാഡം? എന്റെ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിൻസ് ഒക്കെ എഴുതി ചേർത്തിരിക്കുന്നു. ഹൂ ഡിഡ് ദിസ്? ഒരു മാസത്തിലേറെയായി ഈ ചീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എന്റെ മുന്നിൽ ഹാജരാവണം വിത്തിൻ 1 hour. പ്രിയോബിനെറ്റ് ഫാക്ടറേറ്റ്, അൾട്ടിപേസ് എന്നീ കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് എന്റെ കൈപ്പടയിൽ എഴുതി ചേർത്ത് ഈ കൂട്ടത്തിൽ ആരോ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. മാസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. മിസ്റ്റർ ചന്ദ്രപ്പൻ, യു ആർ ദ ഫാർമസിസ്റ്റ്. നിങ്ങളുടെ അറിവോടാണ് സ്റ്റോറിൽ നിന്ന് ഈ മെഡിസിൻസ് ഒക്കെ ഡെലിവറി ചെയ്തിരിക്കുന്നത്. പ്രിസ്ക്രിപ്ഷനിൽ മാഡത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട മെഡിസിനാണ് ഞാൻ സപ്ലൈ ചെയ്തത്. പക്ഷേ സ്റ്റോറിൽ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള ആ മെഡിസിൻസ് ഡ്യൂട്ടി നഴ്സോ എന്റെ പേഷ്യൻസോ കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എവിടെ പോയി? എനിക്കറിയാം, വൻ മാഫിയയുടെ ദല്ലാളനായ ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരായിരുന്നാലും എന്റെ പ്രൊഫഷണൽ എത്തിക്സിനെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഹൂ എവർ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം, ഐ വിൽ ബ്രിങ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ എന്നോട് പേത്തി പിങ്കി ചെയ്യലാമാ. എന്ത് ചെയ്യാനാ? ഇങ്ങനെ ആയി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്? ജെയിംസ് ബോണ്ടോ? നാട്ടുകാർ ഇപ്പൊ തല്ലിക്കൊന്നാനെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാന്തിയെടുക്കാൻ വന്നേക്കുന്നു. 200 രൂപയോ? ഇതാണ് ATM വന്ന് ഇത്ര മെനക്കെട്ടെടുത്തത്. കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാരെ പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത്. സിവിലിയൻ കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തെ തന്നെ പിറന്നൂല്ലോ. 50 പൈസ എവിടെ? ഈശ്വര, അയ്യോ എന്റെ മാല. ഹലോ. ആ, എവിടെടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. നീ പുറത്തേക്ക് വാ. ആ, എന്തായി? സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നതിനോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. ആഹാ, എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല. ചുമ്മാ അല്ല നിന്നെല്ലാവരും പങ്കെന്ന് വിളിക്കുന്നത്. പോടാ ഡാഷേ. ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശൻ എന്റെ കുടൽ പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ പോടാ. എന്നാ പിടിച്ചേ. അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഓക്കേ. ഇതിൽ ഒതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മൊട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പൂവാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും.
അയ്യോ അച്ഛാ. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ പോവാ, നീ മൊബൈൽ ചാർജ് ചെയ്യ്. വാ അല്ല, നടക്ക. അത് തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. ആഹാ. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ? ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ലോ വാനര സംഘം. മാറ് മാറ് മാറ്, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശ്വരനുള്ള നിവേദ്യമാണ്. ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോകല്ലടാ. അയ്യോ, തേങ്ങക്ക് പോലും ഉന്നം ഇല്ലാതായി. ശുഭ ലക്ഷണം. എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ. ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക. വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ. ഞാനാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്. ശ്രീലങ്കട ഭൂപടം പോലെ. ചിരിക്കണ മധുര 16കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അളിയൻ ഇപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ? എത്ര കറക്റ്റാ. സോറി സോറി. കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. சார், அந்த டாக்டர் என் மேல ஆக்ஷன் எடுக்கிறது சான்சஸ் இருக்கு. நான் பார்த்து கவனமா தான் டீல் பண்ணேன். தெரியும். ஓகே சார். സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റ് പരാതിപ്പെട്ട സംഗതി കുഴയും. ஸ்டீவன் இந்த வேலை ஆரம்பிச்சு ரொம்ப நாள் ஆச்சு. ஒரு பெடக்கோழி வந்து கூயதுണ്ടെന്നും ഞെട്ടില്ല. ആളത്ര നിസ്സാരക്കാരിയല്ല. സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾവി. ഇതോട് പെരിയ താപ്പാനങ്ങളോട് കൊമ്പ് കോർത്തവനായി സ്റ്റീഫൻ. പിന്നല്ലേ ഈ പീര പിടിയാണ്. കൊമ്പ് കോർക്കുകയല്ല, പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇനി നോക്കേണ്ടത്. കാര്യത്തിന്റെ ഗൗരവം സ്റ്റീഫൻജിക്ക് അറിയാലോ. ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻജി മാത്രമായിരിക്കും. ഇപ്പൊ ഈ ഫോണിൽ വിളിച്ച സാബ് പോലും ഉണ്ടാവില്ല. ആ ഡോക്ടർ ലീഗലായി മൂവ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ, നല്ലോണം വിടരട്ടടാ. ഇവരുടെ തറവാട് പല്ലനേരിയില്ല, ഞാൻ പല്ലാവൂർത്തായിരുന്നു. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് പല്ലിശ്ശേരിയില്ല. എന്താ അറിയില്ല. ആരാ? എന്താപ്പത്? അളിയ പങ്കൻ ഓവറാക്കൂ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ. കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കും. എന്താ പറഞ്ഞേ? മോനെ എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ലമ്മേ. അറിയില്ലല്ലേ? പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണുണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ദേ ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. ദേ നോക്ക്. അപ്പൊ അഫിലിയേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. We are in. കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ട പോലെ നിൽക്കണ ഈ പല്ല് തന്നെ ധാരാളാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധിയോ? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ മുത്തച്ഛനടുത്ത് വന്നേ. ഇറങ്ങണ ഇവിടുന്നു. ഒരു പല്ലം ഫാമിലി വന്നിരിക്കുന്നു. അല്ല, ഞങ്ങൾ കൂടുതലൊന്നും വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേഷോയുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, പിങ്കി. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചാലും ക്ഷമിക്കണം. TV കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടൻ കിരീടണിയണം. ഇതും കൂടി. ഓക്കെ, ഇനി എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ
ഓക്കെ ബൈ ബൈ. എടാ രാഹുലേ, എന്ത് പറ്റി? ക്യാമറ പോയി, എവിടെ പോയി? ബ്ലേഡുകാരും കൊണ്ടുപോയി. അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന് മർമ്മ ചികിത്സ നടത്തിയത്. കടം കിട്ടുമെന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിക്കാൻ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അതിനടിച്ചു മാറ്റിയതാ മുത്തശ്ശന്റെ ഈ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിറ്റ 2 കടവും തീർക്കാം. കഴുത്തിരിച്ച് കൊല്ലം അറിയാഞ്ഞിട്ടല്ല. എന്നാ കൊല്ലടാ ഈ നിക്കണ എന്റെ അമ്മായിയപ്പനെ. എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. പോ. അളിയൻ എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ? കാസറ്റും അതിലായി പോയി. ഓരോ ദിവസം ഓരോ പുലിവാലായിട്ട് ഇറങ്ങിക്കോളൂ. എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടുള്ള പാടെ എനിക്കറിയാൻ പാടുള്ളൂ. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? കുട്ടിരാമ, മാലയോ പോയി. ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട കണ്ണട അടച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? പൊട്ടല്ലടാ പൊട്ട, കണ്ണട. അടച്ചല്ലോ. എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല ഒറ്റ കീറി വെച്ചെന്നാലുണ്ടല്ലോ. എടാ മരത്തലയാ, എന്റെ കണ്ണട ഇവിടെ ഇടുന്ന ചോദിച്ചത്. ഓ അതാണോ? എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാർ എന്നെ പിരിച്ചു വിട്ടാലും വേണ്ടൂല. ഇനി പിങ്കക്കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്തും നിലവിളി. ഒരു പിങ്കി ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. മുത്തശ്ശ, എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി. എലിവിഷത്തേക്കാൾ വലിയ വിഷമാണ് അവരുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാണ് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോളോ? ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറിയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞാ? പൂജക്കുഞ്ഞ് ഷോ തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്കി. അറിയില്ലല്ലേ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത്? എന്റെ മാല. മാലയോ? ആ, അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ. ഓ, ആശ്വാസായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി. ഇറങ്ങണോ ഇവിടുന്ന്? അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാതല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാള കളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ TV കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം. TV കണ്ടുപിടിച്ചവനെ വേണം ആദ്യം കൊല്ലാൻ. മസ്തിക്ക് പാഠശാല. എന്നാ എന്റെ ഷോ വെക്കാതിരുന്നത്? ഓഹോ, പട്ടാളത്തിന്റെ വിലക്കുണ്ടാവും. അതെ, ഞാൻ തന്നെ ഓഫ് ചെയ്തത്. നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ TVയിലുണ്ടായിരുന്നത്. കണ്ട അലവലാതി സിവിലിയൻ പിള്ളേരോടൊപ്പം കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യനെ മാനം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. മെയിൻ സാബിനോട് ഞാൻ എന്നും പറയാറുള്ളതാ, എല്ലാ പ്രൊഫഷനും അതിന്റേതായ അന്തസ്സുണ്ട്. അല്ലേ മുത്തശ്ശ? പട്ടാള നിയമം അടിച്ചേൽപ്പിക്കരുത്. എനിക്കിഷ്ടമുള്ള ഒരു ജോലി ഞാൻ ചെയ്യുന്നു. എൻ വഴി താൻ ഈ വഴി. അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും. എൻട്രൻസ് പാതിയിൽ നിർത്തി. ചേർന്ന കോളേജിലെല്ലാം പ്രശ്നക്കാരി. നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർത്ഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. രാജലക്ഷ്മി, എന്നെങ്കിലും ഒരു മനസ്സമാധാനം ഇവിടെ എനിക്ക് തന്നിട്ടുണ്ടോ? താൻ തോന്നി. അതെ, താൻ തോന്നി, തന്നിഷ്ടക്കാരി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടല്ലോ എന്റെ പേര്. നീ അകത്ത് പോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയല്ല കുറ്റം. നീ ഇപ്പൊ ഒന്ന് സംസാരിക്കണ്ട, അകത്ത് പോയേ. രണ്ടെണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ എന്ത് ചെയ്യാന്? അതിന്റെ സമയം അത്രയ്ക്ക് മോശ. ജോത്സ്യം തന്നെ പറഞ്ഞതല്ലേ. സമയദോഷത്തിന്റെ പേരും പറഞ്ഞു വല്യമാമ തന്നെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. നിഷേധിക്കുന്നില്ല. ഇത്തിരി ശാസനയുടെ കുറവുണ്ട്. ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം. എടി പിങ്കി, പിങ്കി, നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട്. എവിടെ അവള്? നിന്നെ ഞാൻ ഇന്നും. പിങ്കി, സുഖല്ലേ? എന്റെ മാല എവിടെ? കേട്ടില്ലേ കോട്ടയത്തിന് കോട്ടപ്പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെങ്കടിക്കാൻ പോയി. മാല കേട്ട് വന്നു, കോട്ട വാങ്ങി വന്നു. മാല വേണോ കോട്ട വേണോ? രണ്ടും. ആദ്യം കോട്ട പിന്നെ മാല. ഓക്കേ? ഈ പട്ടാളവും കലയും തമ്മിൽ ചേരില്ല മുത്തശ്ശ. കണ്ടില്ലേ, ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ.
വേണേ കൊണ്ട് ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ? അസൂയ, പെരുന്തച്ചൻ സിൻഡ്രം. നീ എടുത്തൊഴിക്കടി. കപ്പ് നിറഞ്ഞില്ലാട്ടാ. ഇത്തിരി നിറഞ്ഞ മതിട്ടോ. വെള്ളം അധികം വേണ്ട, വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ. മതി മതി. മോളെ ഇങ്ങോട്ട് വന്നേ. നീ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം? അല്ല ദേ, ഈ നിധിവേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം? പിന്നെ എനിക്കെന്താ ഇവിടെ ഒരു പിടിവള്ളി? അത് ശരി, എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലേടി കാന്താരി? നിനക്കൊരു ക്ഷീണമില്ല. കുടിക്കാൻ വരട്ടെ? അല്ല മുത്തശ്ശ, ഡയബറ്റീസ് വേണ്ട. പിന്നെ കൊളസ്ട്രോൾ കിട്ടില്ല. ഓ, അപ്പൊ പ്രഷറോ? താങ്ക് യു. നേരം മരുന്നും പത്തിയും നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹമായത്. ഓർമ്മ വേണം. എടി, വയസ്സ് നമ്മുടെ കയ്യിലല്ല, പക്ഷെ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അയ്യോ, ക്യാൻസർ തന്നില്ല. വലിച്ചാട്ടേ. വലിപ്പിക്കാൻ വരട്ടെ. എവിടെ എന്റെ മാല? ഞാനത് ടിവിയിൽ കണ്ടു. അമ്പടി കള്ളി. എന്താ ഇത്? മുത്തശ്ശന്റെ തല പോലെ ഉള്ള പൊള്ളയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല. അപ്പൊ എന്റെ മാലയോ? പാവം, ഏതോ തട്ടാന്റെ ഉമിത്തിയില് അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും. അമ്പടി, അപ്പൊ നീ അത് വിറ്റല്ലേ? ഹലോ. സർ, ഞാൻ ലീഗലായി മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. Are you suspecting anyone? Yes, sir. Nursing assistant one, Mr. Stephen. He's the cheater. I know him. സർവീസിൽ അയാളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശമാണ്. ബി കെയർഫുൾ. Okay, sir. If you need any official help, call me. Thank you, sir. ഹലോ മാഡം, ഞാനാ സ്റ്റീഫൻ. എന്താ மேடம் ஒண்ணு மனசு வச்சா இந்த ப்ராப்ளம் சால்வ் பண்ண முடியும். What do you mean? இல்ல, എത്രയാന്ന് വെച്ചാ ഒരു പങ്ക് ആരും മര്യാദ ഞാൻ എത്തിച്ചോളാം. Idiot. തന്നെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അങ്ങനെ വാശിയിലാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. Stop it. എടാ ഡാഷേ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. നാളെ കാലത്ത് ഷൂട്ടുള്ളതാ. സ്റ്റോറി ബോർഡൊക്കെ റെഡി. ക്യാമറയുമായി നീ അങ്ങോട്ട് വന്നാ മതി. പിന്നെ ആ പരമ ബോർഡുണ്ടല്ലോ ഗോപി, അവനോട് പറഞ്ഞേക്കണം. സ്റ്റോപ്പ് ഇറ്റ്. തീന്മേശയിലാണോ നിന്റെ തന്നോന്നിത്തരം? ടേബിൾ മാനേഴ്സ് അറിയില്ലേ നിനക്ക്? ഇവിടെ ഇപ്പൊ ആണവ കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. മിണ്ടാതെ കഴിക്കാൻ നോക്ക്. എന്താ ഇത്? സാമ്പാറ്. വേറൊന്നുമില്ല? ഉണ്ടല്ലോ, അവിയൽ, ചീര, ഓലൻ, ഇഞ്ചിക്കറി. ഇതെന്താ എന്നും ഇവിടെ ഇലയും വേരും പുല്ലും മാത്രം? ഉള്ളത് കഴിച്ചാ മതി. ഭക്ഷണത്തിലും പട്ടാളം ചിട്ടോ. എനിക്ക് വേണ്ടേ. എന്ത് രസമായിട്ടാ കുട്ടി പോണ. തലതെറിച്ചവൾ കണ്ടില്ലേ വാശി? പെണ്ണാ ഇവള്. നിനക്ക് തെറ്റി. അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. പിങ്കിന്നല്ല, കോളനിയിലെ പിള്ളേര് വിളിക്കുന്നത് പങ്കെണ്ണ. മോള് കഴിക്ക്. ഇതിവിടെ പുത്തിരിയൊന്നും അല്ലല്ലോ. അസുരഗണം, ദേവഗണം. തീന്മേശയിലല്ല, ശ്വാസം പോയി മരണപ്പായിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല. എനിക്ക് മതി. എന്നാ പിന്നെ എനിക്കും മതി. അതാ നല്ലത്. അല്ലെങ്കിൽ വേണ്ട. സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. അതിന്റെ ക്ഷീണം എനിക്കുണ്ട്. അത്താഴ പട്ടിണി കിടക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടിരാമ, നീ ഇത്തിരി പച്ചമോരും എടുത്തേ. പച്ചമോര് നീലമോരും ഒന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഇച്ചിരി വെളുത്ത മോര് തരാം. മാല നഷ്ടപ്പെട്ടവനാ ഞാൻ. നീ എന്നെ കൊണ്ട് നിന്റെ കുടൽ മാല എടുപ്പിക്കരുത്. എടുക്കടാ. കള്ളി, എല്ലാരും ഇവിടെ പട്ടിണി. നീ എവിടെ ഇരുന്ന് ബർഗർ വെട്ടി വിടുന്നത് വേണോ? ഇത് വാങ്ങിയോണ്ട് ചുമ്മാ നമ്പർ ഇട്ടല്ലേ. ആ, അതുകൊണ്ട് അമ്മ പട്ടിണിയായി. കിടക്കട്ടെ പട്ടാളൊന്നും പട്ടിണി. എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ? പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ. സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്കിപ്പോ വല്ലാത്ത വേവലാതി. കാലത്ത് ആ പട്ടാമ്പിക്കാര് വിളിച്ചിരുന്നു. എന്റെ ജാതകം ചേരില്ല അത്രേ. നശിച്ചൊരു ചൊവ്വാദോഷം. ഒരു ചൊവ്വയും ബുധനും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ടൊരു അടിപൊളി ചെക്കനെ കണ്ടെത്തിയാ ഈ നൂലാമാലകൾ ഒന്നും ഉണ്ടാവില്ലാന്ന്. ഒന്ന് പോടി. അമ്മ മൊത്തം ടെൻഷനിലാ. ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അത്ര. നീ ചെന്ന് അമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണോ? നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. നീ വാ, നീ വാ.
ലക്ഷ്മി, എന്താ നിനക്ക് ഇത്ര ടെൻഷൻ? എന്താ നിനക്ക് പറ്റിയത്? ആരോടാ നീ പണങ്ങിയത്? നമ്മുടെ മോളോടോ? നീ ഒന്ന് സ്മാർട്ടായേ. ലക്ഷ്മി, എന്താ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ പട്ടാള ഭരണം അങ്ങ് ഹോസ്പിറ്റലില് എന്റെ മക്കളുടെ അടുത്ത് വേണ്ട. മനസ്സിലായോ? എന്നെ കുറിച്ച് ഓർത്ത് എന്റെ അമ്മക്കൊന്ന് ടെൻഷൻ അടിക്കണ്ട. പിണക്കൊന്നുമില്ലാതെ നമുക്ക് മൂന്നുപേർ കൂടി കെട്ടിപ്പിടിച്ച് കൈ കൊടുക്കാം. എന്തിനാ എവിടെ നിർത്തിയത്? ഒരു മൂടിന് വേണ്ടി. കേട്ടില്ലേ പക്ഷികളുടെ കളകളാരവം? അത് പട്ടി കുറിച്ചതാ. ആണല്ലേ? പക്ഷികളുടെ കളകളാരവം അത് പറഞ്ഞതല്ലേ? അതല്ലേ? കാറ്റിന്റെ ശീൽക്കാരം, കുളിരിന് പോലും വസന്തത്തിന്റെ നനുത്ത മണം. നിനക്ക് എന്ത് പറ്റി? വല്ല ജീവാറ്റും പാടാനുള്ള ഉദ്ദേശമുണ്ടോ? അത് എന്താ അത്? എന്റെ ബയോഡേറ്റയാ. ബയോഡേറ്റയോ? പേര് രാഹുൽ, വയസ്സ് 23, ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്, വെയിറ്റ്. എന്താണ് ഇതൊക്കെ? ആപ്ലിക്കേഷനാ. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കോളനിയിൽ ചെറിയൊരു കുശൂഷുകൻ. അപ്പൊ തോന്നി ഒരു ആപ്ലിക്കേഷൻ അങ്ങ് തന്നിട്ടേക്കാന്ന്. അല്ല, ഇനി എന്റെ അനാസ്ഥ കൊണ്ട് അത് മിസ്സാവരുതല്ലോ. അതാ. ഈയിടെ നിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞാനും സംശയിച്ചു. പക്ഷെ നമുക്കത് വേണ്ടടാ. സൗഹൃദത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും പ്രണയത്തിൽ കിട്ടില്ല. ഒരുമാതിരി ജലദോഷ പനി പോലെ തുമ്മി ചീറ്റി കൊളമാക്കിയിട്ട് അത് പോളൂ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോടൊപ്പം എന്നും പങ്കനായി കഴിയാനാ ഇഷ്ടം. വെറുതെ ഇല്ല, പങ്കൻ എന്തെങ്കിലും പിങ്കി ആണോന്ന് തോന്നിയാ ഇത് പരിഗണിക്കണം. പങ്കൻ പിങ്കി ആയാലല്ലേ? അതെ, ഒരപേക്ഷയുണ്ട്. ഈ ഉടമ്പടിയുടെ കാര്യം മറ്റാരും അറിയിക്കരുത്. ചമ്മല. ഹലോ, അളിയ രാമേട്ടൻ വിളിച്ചിരുന്നു. സിദ്ധമൈത്തൻ ഇപ്പം എത്തും. ആണോ? രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാകം. ഞാൻ ഗോപി. അത് ഈ ഗോപിക്കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. എന്താ രോഗം? ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്. ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയലൊടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ ഓനെ ഗോപിക്കുട്ടാ? എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? ഈശ്വരാ, എന്റെ മരുമകന് സഹപാഠി. അയ്യോ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്ത കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി നടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര 16-കാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. പട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ പിന്നെയല്ലേ ഈ കുഴിയാനാ കിഴിപിടിക്കൂ. എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ. നിന്റെ അച്ഛന് വട്ടി കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല. ഞാൻ ചൂണ്ടുകളിൽ നിർത്തും. എന്റെ ഹെൽമെറ്റ് വന്നിട്ട് പോ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഞാൻ അടഞ്ഞ മഹാപശക. ഇവനെ ഞാൻ കൊല്ലും. ഇതെന്താ ഇല്ലയാ? നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നണം. ഇവൻ എന്നെ ഓടിച്ച് ഹിമാലയം വരെ കയറ്റുമെന്നാ തോന്നുന്നത്.
ഹെൽമെറ്റ് കിട്ടി. ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി. താങ്ക് യു ഏട്ടാ. ഞാൻ സൂപ്പിക്കടാ. ഞാൻ കാർക്കിച്ചത് പോടാ. പിന്നെ ഇവിടെ ഒളിക്കാൻ ഒരു ഗുഹ പോലും ഇല്ലല്ലോ. എവിടെ ആളുടെ മുമ്പന്തി അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാലും വട്ടനേക്കാൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കടാ. ഓ പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. ഞാൻ ഓർഡറത്. ഇതെവിടെ പോയി? അയ്യേ, എല്ലാം പോയി. ஐயோ கடவுளே கடவுளே என்னாச்சு? யாரு மேலே ஏறி எல்லாமே பார்த்தாச்சு. ഞാനേ ഇതുവരെയ്ക്ക് ഒന്നുമേ പാത്തതില്ലേ. ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ല. ഇവന് ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. ഈശ്വരാ, പട്ടി മാത്രമല്ല അവിടെ. മൊട്ടാഭിഷേകോ? താൻ എന്ത് പണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക? എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോൻ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടന്ന് വിളിക്കണത്. മോളു നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി വേതാളം? അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ 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 കള്ള സമയം പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. കരിപ്പൂതത്തിന് തീ പിടിച്ചേ. ഭൂതമണ്ടേ കുട്ടി പോടാ തണ്ടി. നിർത്ത്. അതെയോ? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓഹോ, പെണ്ണിന്റെ മുഖം തൊടുത്തിട്ടുണ്ടല്ലോ. എവിടെ കക്ഷി? ഇത്തിരി ചോക്ലേറ്റ് ആണെങ്കിലും ആള് കൊള്ളാം. എന്തായാലും ഞാൻ ഗ്രീൻ സിഗ്നൽ തന്നിരിക്കുന്നു. കണക്ഷൻ പ്രീപെയ്ഡോ അതോ പോസ്റ്റ്പെയ്ഡോ? പോടാ, ഇത് ലൈഫ് ലോങ്ങാ. ജീവിതത്തിൽ ഇതുവരെ ഒരു ദുസ്വഭാവം ഇല്ലാത്ത ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞത് ഞാനാ. ഇല്ലെങ്കിൽ ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് അമ്മയും മുത്തശ്ശനും ചേർന്ന് ഏതെങ്കിലും ഒരു കോന്നനെ ഇവിടെ തന്നെ കെട്ടിവെക്കും. പ്രേമമാകുമ്പോ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ. ഹലോ, നമ്മുടെ കാര്യത്തിൽ മാത്രം നീ ഒരു കരിങ്കാലി. അതെ, എന്റെ ഇൻകമിംഗ് കോൾ മിസ് കോൾ ആക്കരുത്. പോടാ ഡാഷേ. ആട്ടെ, വേറെ എന്തൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്ന് പൂജ ടീച്ചർ പറഞ്ഞല്ലോ. ഇതാ എന്റെ ആദ്യത്തെ ശമ്പളം. ബെസ്റ്റ്. സാധാരണ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ കാരണവന്മാർക്കാ കൊടുക്ക. ഇതിപ്പോ പണ്ട് എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് എന്റെ ഈ ബാവച്ചോടൊപ്പം. കൊച്ചുനാളിലും ഞങ്ങള് സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. We two, we are one.
It's a matter of shame, not only to our department, but our country too. Mr. Stephen, by considering the seriousness of the issue, it will be better for you to admit your crime. वो दवा तुमने कहाँ बेची जो तुमने मेडिकल स्टोर से चुराई थी? സർ, ഞാൻ നിരപരാധിയാണ്. അങ്ങനെയെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടിയ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ രാജലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷനിൽ എങ്ങനെ നിങ്ങളുടെ കൈപ്പട വന്നു? Come on, reply. എന്നെ കരുവാക്കി ആരോ അത് മനഃപൂർവ്വം ചെയ്തതാണ്. നോ സർ, ഹി ഈസ് ടെല്ലിംഗ് ലൈസ്. ഇയാൾ കുറ്റക്കാരനല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഫോണിൽ വിളിച്ച് കമ്മീഷൻ ഓഫർ ചെയ്തത്? Come on, tell me, for what reason did you call up Lieutenant Colonel Dr. Rajalakshmi and try to influence her? പെറ്റിവൈരാഗ്യം കൊണ്ട് നേംസഭ അങ്ങനെ ഒരു ആരോപണം എന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. ഓക്കെ, നിങ്ങൾ നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ രാജലക്ഷ്മിയുടെ മുറിയിൽ അതിക്രമിച്ചു കടന്നതും ഷെൽഫിൽ നിന്നും ആ ഫയലുകൾ എടുക്കാൻ ശ്രമിച്ചതും? Come on, tell us. If you're not the culprit, then why did you force entry into Lieutenant Colonel Dr. Rajalakshmi's room? Come on, speak up. Give me your reply. जवाब दो. जवाब क्यों नहीं देते? Why don't you reply? Lieutenant Colonel Dr. Rajalakshmi, you have to submit the report before this board of inquiry at the earliest. Yes, sir. If he is proved to be guilty, he will get the kind of punishment that he deserves at the court martial. മൂക്കിപ്പൊടി വരെ ഇപ്പൊ മായവാ. ഒന്ന് തുമ്മണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടെ വലിക്കണം. ഹലോ, എന്തായാലും പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ MD-യുമായി ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്. വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്ന് സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിംഗ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11 രൂപ 80 പൈസ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ലോക ബാങ്കിന് വില പറയും. നേര് പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ലുള്ളടാ. അച്ഛന്റെ അന്ധവിശ്വാസ. ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ കോള് കുഴപ്പമാണ് അച്ഛാ. വീണ്ടും അച്ഛൻ വിളിക്കും. ശൂലം കുത്തി. ഹലോ ഗോപി സാറാ. സോറി, ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല. ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായതുകൊണ്ട് ഭയങ്കര റേഞ്ചാ. ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇവനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ. ആരാത്? ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസാ. തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറച്ചു വെക്കൂടാ പട്ടി. അതിന് കയ്യെ കിട്ടിയിട്ട് വേണ്ടടാ. കിട്ടുമോ നോക്കണ്ട. ഏത് കൈലാസ്യമേ ഓടിച്ചാലും നിന്നെ പിടിക്കൂടാ ഗോപി. മര്യാദക്ക് കാശ് തന്നിട്ട് പോടാ. അമ്മേ ഭഗവതി. ഓ കലികാലം. ശിവൻ അമ്പലത്തിൽ ഇറങ്ങി. ഒഴിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടാ. ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെയെങ്കിലും ഓടിക്കാം. നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛൻ അന്ധവിശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ? മുട്ടയിരിക്കുന്നത്. ആരാ ചൂന്ന് വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനലാ?
അത് ശരി ശിവനെ ആര്? ആ 3 നേരമുണ്ടല്ലോ. മുതലും പലിശയും വേണം. മുതലായിട്ട് ക്യാമറ പോരെ. മുതലാളി എന്തിനാ ജപ്തി ചെയ്തത്? അയ്യോ സാർമാരെ, ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഈ ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാലും ഞങ്ങൾ അടച്ചോളാം. കൊടുക്കാനാണ് വിശ്വാസം അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് പണ്ടിട ചാവി കൊടുക്കല്ലേ. കൃത്യം ഫെബ്രുവരി 31. ഓക്കെ നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പരിശീലനത്തിൽ കുടിശ്ശിക 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ? നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യോ എന്റെ ശൂലം. ഹലോ ഹലോ, ഇന്നലെ നമ്മള് വാക്ക് കൊടുത്ത ഗുണ്ടകളെത്തേണ്ട സമയമായി. അവിടെ എന്തായി? എന്നെ കൊണ്ട് പറപ്പിക്കല്ലേ. എന്ന ധൈര്യത്തില നീ അവർക്ക് വാക്ക് കൊടുത്തത്? ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട് പിന്നെ വാക്കല്ലാതെ ചാക്കായിരുന്നു കൊടുക്കണ്ടേ? എടാ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ പശു ഇല്ലേ ഇവിടെ, കാമധേനു? നോക്കട്ടെ. പത്രപാരായണത്തില. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റാൽ ഏറ്റു. എന്തായാലും നീ ഇങ്ങോട്ട് വാ. ഹലോ വല്യമ്മ, ഞാനാ രാജലക്ഷ്മി. എന്താ മോളെ? അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം. അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശില്ലല്ലോ മോളെ. ഒരു ക്യാഷ് ചെക്ക് തന്നാ മതി, ഞാൻ മാറിക്കോളാം. വളരെ അർജന്റാ. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. പൂജമോള് സ്കൂളിൽ പോയല്ലോ. പിന്നെ ആ മരം കയറിയുണ്ട് പിങ്കി. വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടേക്ക്. പെട്ടെന്ന് വേണം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും, ഉറപ്പാ. താമസിയാതെ ഒരു പുറംവിളി കേൾക്കാം. വാ പിങ്കി. പിങ്കി മോളെ, പിങ്കി മോളെ, ദേ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്താ ഇത്? ഒരു ചെക്ക. ചെക്കോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റ. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രി? പോടാ പോടാ. മോളി ചെക്ക് പിടിച്ചേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോള് ഇതൊന്ന് പിടിച്ചേ. ഓക്കെ ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശൻ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ അതാണ് അതിനൊരു ശരി. വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു. ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അപ്പൊ അത് കഴിഞ്ഞു. പ്രഷറിനുള്ളൊരു ഗുളിക മേശമേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് പ്രഷർ നോർമലാണല്ലോ. അല്ല, ചിലപ്പോ അബ്നോർമൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടിരിക്കും ജനങ്ങളെ. 2 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി. മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ. കണ്ടില്ലേ? പദം ഉറച്ചു നാം പാടി പാടി പോവുക, ഭാരതം കണത്തിലേക്ക് കയറളപ്പെടുക്കുക. അല്ല, നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെ? ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഹലോ എനി ഹോട്ട് ന്യൂസ്? മുത്തശ്ശന് പ്രഷർ കൂടി. ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുക. അയ്യോ പാവം. ഭക്ഷണം ഞാൻ വരുന്ന വഴി കഴിച്ചോളാം. പിന്നെ പുറകുവശത്തെ വാതിലിന് കുറ്റിയിടണ്ട. എനിക്കറിയാം ഇന്ന് നീ ഈ കുറുക്കോഴിയിലൂടെ എഴുന്നള്ളുന്ന്. തെരുവില് മോണോ ആക്ട്, വീട്ടില് മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ, മുത്തച്ഛൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായിരുന്നു. അയ്യോ, പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ? മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ടാന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? ആ പിന്നല്ലാതെ. ശരിക്കുള്ള കാര്യം. കോട്ടയോ? എന്താ അത്? അല്ല, കോട്ടുവായിട്ട് ഇത് അകത്ത് പോകുന്നു പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞത് നേരാണോ? ഓ, അപ്പൊ മുത്തച്ഛൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവച്ചിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം കൊണ്ട് അനുഭവിച്ചോ. പൂജ,
ദാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങടാ പന്നി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ചോണക്കുട്ടൻ എന്റെ തുറുപ്പിച്ചിട്ട് എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാ അവളെ നീ വളച്ചെടുത്തത്. ഒന്ന് കരിമ്പ്, മറ്റവൾ കാരിരുമ്പ്. ബുദ്ധിപൂർവ്വം കരിമ്പിനെ നോട്ടമിട്ടുകൊണ്ട് എളുപ്പം വളയ്ക്കാൻ പറ്റി. അമ്മയുടെ വീക്ക്നെസ്സും ആ മോള് തന്നെയാ. അതിനെ കൊത്തിയാലേ ആ നെഞ്ചു പിടയൂ. കേവലം ഒരു പൊമ്പളങ്കത മറന്നിട്ട മോളുടെ മാനത്തിന് വേണ്ടി അവൾ എന്റെ കാൽക്കൽ വീണം. അവിടെ സ്റ്റീഫൻ ജയിക്കും. അതിനുള്ള വല വിരിച്ചു കഴിഞ്ഞു. താമസിയാതെ മാൻപേട എന്റെ കസ്റ്റഡിയിലാവും. എനിക്കറിയാം ഈ കാന്തിത്തല കൊണ്ട് മാത്രം നീ തൃപ്തിപ്പെടില്ല. തൽക്കാലം മിനിക്കാൻ എനിക്ക് മതി. അപ്പൊ പറഞ്ഞ പോലെ. ഇവളിത് എവിടെ പോയി കിടക്കുക? നായിക്കിരിക്കാൻ നേരമില്ല, എന്നാലും നായി നടന്നിട്ട് ഒരു കാര്യമില്ല എന്നല്ലേ മുത്തശ്ശൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായി നിന്നെ കേൾക്കണമെന്നില്ല. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ready. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്ത്? എന്ത് പറ്റി? എന്താ ഉണ്ടായേ? ആ ശരത്തന്നെ എന്താ അവന്റെ ഉദ്ദേശം? ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ റീജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും അത്ര. പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഒടുവിൽ ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലോട്ടിന്റെ വൃത്തിയായിട്ട നമ്പറാ ഇതൊക്കെ. എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞ അത് മതി. എനിക്ക് പേടിയാവുന്നു. അറിയരുത്. അമ്മ മാത്രമല്ല ആരും. ധൈര്യമായിട്ടിരിക്കുക. ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശനും സംശയിക്കാൻ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോയി റെഡിയായേ പോ. സമയം വൈകിലോ? നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത്. നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മലമറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മേം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞതും നേരെ ഫംഗ്ഷൻ. ഓക്കെ? കണ്ടില്ല അവളുടെ അനുസരണക്കേട്. ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്ന എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ. Wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo. Good evening. Good evening. Yes, come in.
പ്രതീക്ഷിച്ചില്ല അല്ലേ? പൂജയ്ക്ക് പകരം പിങ്കി. എന്തോ ഇഷ്ടായില്ലേ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളാരെ കറക്കിയെടുത്ത് മോർഫിംഗിലൂടെ ഒരു ബിസിനസ് ബ്ലാക്ക്മെയിൽ. ഉദ്ദേശം അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നീ ധരിച്ചത്? നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ? ഒന്ന് ഭീഷണിപ്പെടുത്തിയാ പേടിച്ചു വരേണ്ട സർവ്വത നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമെന്നോ? ഒന്ന് മോഹിച്ചു പോയി എന്ന് കരുതി ഇത്തരം വൃത്തിയുടെ തന്ത്രങ്ങളുമായി വന്ന് ആ പാവത്തിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എന്താ ഭീഷണിയാ? അതേടാ, ഭീഷണി തന്നെയാ. നീ ടോസ് ചെയ്ത അതേ നാണയം കൊണ്ട് തന്നെ നിന്നെ ഞാൻ കുരുക്കും. ഇത് സാക്ഷാൽ ഗന്ധർവൻ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്തപുത്രി പൂനം ശർമ്മ. ഇനി വീരശൂര പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയക്കേളികൾ നോക്കിയേ. താമസിയാതെ ഈ ലീലാവിലാസങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. അറിയാലോ, ഈ പെങ്കൊച്ചിന് ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചു പോയതിന് പാവം ഒരു MBA വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേര് തോണ്ടി കഷായം കാച്ചിയവന കമ്മീഷണർ. ചേട്ടൻ പേടിച്ചു അല്ലേ? ഇതൊരു സാമ്പിൾ മാത്രം. കാലം മാറി മോനെ. ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെമ്പിള്ളാരെ പാട്ടിലാക്കാൻ പറ്റില്ല. ഒലിപ്പീരുമായി ഈ ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ. മോളെ, മോളെന്താ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ. ഈ രാത്രിയിലോ? ആരാ ഗസ്റ്റ്? അങ്കിളിന്റെ ആളെ അറിയില്ല. സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. How are you, madam? What's up in your life? Where's Pinky? Excuse me. Hello. How are you? മോളങ്ങ് വളർന്നു പോയല്ലോ. ഞാൻ പോട്ടെ അങ്കിൾ. എന്തായി? എല്ലാം ഓക്കെ. ആ ഫ്ലേർട്ടിന്റെ നട്ടല് പിഴുതെടുത്താ ഞാൻ വരുന്നത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്റെ പൂച്ചക്കുട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. ഹേയ് മാം, നിൽക്കും. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? സ്റ്റുഡിയോയിലെ ജോലി തീർന്നു. നീ മിണ്ടരുത്. ഹായ് ഡോക്ടർ. ഹലോ. ആരാ ഇവരൊക്കെ? ഇതിന്റെ മോളാ പൂജ. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഓ വെരി ഗുഡ്. ഇത് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സോറി. ഓക്കെ. ഹായ്, ഇതാര് പിങ്കി മോളോ? എന്താ പശുക്കിടാവിനെ പോലെ തനിച്ച് നിന്നായി കിടക്കുന്നത്? ചുമ്മാ. നോ, ഐ ഹാവ് ടു അഡ്വൈസ് യു. തന്റെ കോമാളി ഷോ ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് വെരി ബോറിംഗ്, ഗുഡ് ഫോർ നത്തിങ്. കോളനിയിലെ ലോക്കൽസിനൊപ്പം കൂടി ഒരു ബഫൂൺ കളി. ദാറ്റ് ഇസ് നോട്ട് പിങ്കി ഷോ, ഇറ്റ്സ് മങ്കി ഷോ. പ്ലീസ് അങ്കിൾ, ഞാനിപ്പോ നല്ല മൂഡിലല്ല, വിട്ടേക്ക്. No, 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 you have to listen to me. You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalakshmi. You know, you should follow the European culture. പോടാ പട്ടി. What? പോടാ യൂറോപ്യൻ പട്ടി. Sabji, fish ka time. Haji, haji, haji. Thank you very much, ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ VIP-കൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്താ പറ്റി? പെട്ടെന്ന് തിരിച്ചല്ലോ. ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? ഹമ്പടി കേമി, അത് നീയായിരുന്നു. സത്യം പറയാലോ, ലൈറ്റ് പോയതുകൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് 4 എണ്ണം കടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാലം എത്രയായിന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളുണ്ടാ? മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. എനിക്കറിയാം, ഇത്രയൊക്കെ അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂന്ന്. അതെ, ഞാൻ തന്നെയാ ചെയ്തത്. എനിക്കിപ്പോ അറിയണം ഞാൻ നിങ്ങളുടെ ആരാ.
എന്നെ മോളെന്ന് പരിചയപ്പെടുത്തിയ ലഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പൽ കയറോ? എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും? സ്റ്റുഡിയോയിലേക്ക് കള്ളം പറഞ്ഞു എവിടെയാ നീ പോയത്? ഹോട്ടലില്. ഞങ്ങളോടൊക്കെ നുണ പറഞ്ഞു നീ ആരെ കാണാനാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയില്ല. കള്ളം മനസ്സിലുള്ളപ്പോ അവൾ എങ്ങനെ അത് പറയും? അതെ, ഞാൻ പലയിടത്ത് പോകും, പലരെയും കാണും. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. എന്തിനാ നീ മറച്ചു വെച്ചത്? എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? അമ്മയ്ക്ക് എപ്പോഴും നിന്നെ കുറിച്ചാ വേവലാതി. ഇതോടെ കേട്ടാ അമ്മ തകർന്നു പോവും. വേണ്ട, എന്നും അമ്മയുടെ ഗുഡ് ബുക്കിലെ റെഡിംഗുകാരിയായി ഞാൻ. അമ്മയുടെ ഭാഷ പറഞ്ഞ ഒരു തലതെറിച്ചവൾ, താൻ തോന്നി. അതങ്ങനെ തന്നെ കിടക്കട്ടെ. എങ്കിലും എനിക്ക് വേണ്ടി നീ... നോ, അങ്ങനെ പറയരുത്. We two, we are one. ഞാൻ റെഡി. ഇപ്പൊ വടിയായ വരുന്നുണ്ട്. റെഡി? വേഗം ചെല്ല്. അതെ, ഒന്ന് നിലവിളിച്ചാ മതി. അവനെ വിരട്ടണ കാര്യം ഞാൻ ഏറ്റു. സൂക്ഷിക്കണം. ഇടകന്യ വട്ടം ചാടി മട്ടൻ ചാപ്സാകും. അത് ഞാൻ നോക്കിക്കോളാം. പോയി. കണ്ണാണ്ടൂടെ? നിത്യവിശുദ്ധ തിരിച്ചു വന്നിട്ട് ഇന്നത്തെ രാമൻ തന്നെ. പങ്കെടി ക്യാമറ. ഇവനെന്താ സർക്കസുകാരൻ? ഞങ്ങൾ കളേഷോട് ആൾക്കാരെ നിർത്ത്. എടാ രാഹുൽ, നീ വേഗം പൗലോസിനെ വെച്ചാ പോലീസിനെ വിളിക്ക്. എടാ നീ വണ്ടി വണ്ടി. വണ്ടി നിർത്തടാ. നിർത്ത്. ആരാ താൻ? എന്താ തന്റെ ഉദ്ദേശം? നീയോ? അതെ, നിന്റെ ആജന്മ ശത്രു. ഇഡിയറ്റ്. എന്റെ പ്രോഗ്രാം കൊളവാക്കാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിന്നെ കെട്ടാൻ? ആഹാ, ഇപ്പൊ ശരിയാക്കി തരാം. സർ, പട്ടേ പകൽ ഇയാളെന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്നാ ഇപ്പൊ തന്നെ കസ്റ്റഡിയിൽ വെക്കാം. ഇതിലൊന്ന് ഒപ്പിട്ടെ. താങ്ക്സ്. മോൾക്ക് കൊടുക്കാനാ? മോള് പിങ്കിയുടെ വലിയ ഫാനാ. അയ്യോ, അപ്പന്റെ പരാതി. എന്തിനാ കൊച്ചെ ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത്? സർ, ഞാൻ പറഞ്ഞ സത്യ. അതെയാ? എവിടെയാ ക്യാമറ ഒളിപ്പിച്ചിരിക്കുന്നത്? അവൻ ഭീകരവാദിയാ. സാറേ, ആ വണ്ടിയിലെ ക്യാമറ. എന്നാ വിട്ടോ. നോക്ക്. എന്റെ വിശ്വരൂപം ഇന്നവൻ കാണും. എന്ത് തോന്നിയാത്തോടെ കാണിച്ചേ? ഇയാൾക്ക് എന്താ വേണ്ടേ? തല്ല് കൊണ്ട പാരമ്പര്യം എനിക്കുള്ളു. അത് താനായിട്ട് തിരുത്തരുത്. പ്ലീസ് ഇങ്ങനെ ചൂടാവാതെ. എന്താ വരല്ലേ? സൂക്ഷിക്കണ്ടേ? ലുക്ക്, ക്യാമറ ഇസ് ദേർ. വേറൊരു ക്യാമറ. ആൻഡ് ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ് ഇവിടുത്തെ നേവി ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞങ്ങൾ തമ്മിൽ അങ്ങ് നോർത്തിൽ വെച്ചുള്ള ബന്ധ. സാറ് നേവിയുടെ എയർഫോഴ്സിലെ മിലിറ്ററി ഓഫീസർ ആണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനൊരു റിലേഷൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. അല്ലേടി കന്യാസ്ത്രീ? ഇവള് ചില്ലറക്കാരി അല്ലട്ടോ. അത് ഞങ്ങൾക്കും അറിയാം. കൊച്ചുനാളിൽ എനിക്കിട്ട് ഒരുപാട് പാര പണിതവളാ. ഇവള് തറയാണെങ്കിൽ ഞാൻ തത്തറയാ. നല്ല കോമ്പിനേഷൻ. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചുന്ന നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ, എങ്ങനെയുണ്ട്? നോക്കട്ടെ. നല്ല ചേർച്ച. മുൻകൂട്ടി ഒരു ധാരണ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു എപ്പിസോഡ് ആക്കായിരുന്നു. ഞങ്ങളുടെ വ്യൂവേഴ്സിന് നല്ലൊരു ത്രില്ല്.
അതിന് പോകാൻ കണ്ടൊരു നേരെ. എടാ കുട്ടിരാമ തിരിഞ്ഞു. എന്തായി കാണിക്കണേ? സാറല്ലേ പറഞ്ഞത് തിരിയാൻ. എടാ മരമണ്ട, നിന്ന് തിരിയാനല്ല, മെഴുകുതിരി എടുത്ത് കത്തിക്കാനാ പറഞ്ഞത്. കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. പോയി എടുത്തോണ്ട് പോടാ. രാമ 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 രാമ. ഇവിടെ മാത്രമേ ലൈറ്റ് പോയുള്ളൂ. ഒരു നിഴലി ഞാൻ കണ്ടു. ഓ എന്റെ ബുദ്ധുസേ, അത് പൂജ അകത്ത് പോയതാ. അല്ല, ഇതൊരു ആൺ നിഴലാ. ഞാൻ കണ്ടതാ. അമ്മേ, ജാദു സ്പേസിൽ നിന്നും വീണതാ. ഈ വീട്ടിൽ ഇത്തിരി സ്പേസ് തരുവാ മോളെ. എന്താടാ ജാദുവിന്റെ റൂമിലുണ്ട്? എടി മണ്ടി, അത് സിനിമ കണ്ടിട്ട് നിനക്ക് തോന്നിയതാ? ഞാൻ കണ്ടതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? പറ്റിയൊരു മണ്ടനും. ഈ പിള്ളേരുടെ ഒരു കാര്യം, അതിർത്തി കാത്ത ഒരു ധീര ജവാൻ താമസിക്കുന്ന വീടായത്. നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ, എവിടേക്കാ? എന്താ? ചെറിയൊരു ഉൾഭയം. ഈ പട്ടാളക്കാരന്റെ മാന നീ കാക്കണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ 2 കോട്ട കിട്ടിയേ പറ്റും. മുത്തശ്ശ, എന്റെ കൈവിട്. ഇല്ല, കൈവിട്ടാ ഞാൻ പേടിക്കും. വീട് ബാറിന്റെ താക്കോൽ എടുക്കട്ടെ. വേഗം വരുമോ? ഇത്ര പെട്ടെന്ന് മിക്സ് ചെയ്താ? താങ്ക്സ്. യു ആർ വെൽക്കം. ഞാൻ ജാദു, സ്പേസിലെ ബാർമാനാ. സ്പൈസി ആയിട്ട് തൊട്ട് നോക്കാൻ ഇത്തിരി അച്ചാറെടുക്കട്ടെ. കുട്ടിപ്പിശാചിനെ ഞാനും കണ്ടു. അത് ടിവിയിൽ പുറത്ത് ചാടിയതാ. പേടിയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ ചുറ്റും നിന്നോ. നിങ്ങൾക്കൊരു ധൈര്യത്തിന്. എന്താ ഇവിടെ ബഹളം? ആരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത്? അപ്പൊ കറണ്ട് പോയതല്ലേ? എനിക്കറിയാം. ഒടുവിൽ ഇത് എന്റെ തലയിലാവും. എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ട് പോയത്. ആ നേരം കൊണ്ടാ ടിവി പുറത്ത് ചാടി. അതിനെ കണ്ടാ ഇതുപോലെ ഇരിക്കോ? കുസൃതിത്തരത്തിന് ഒരു കുറവുമില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തിയെന്നും ചിലരെയൊക്കെ കിരീടണീച്ച് കൊരങ്ങാക്കിന്നൊക്കെ കരക്കാര് പറഞ്ഞു ഞാൻ അറിഞ്ഞു. എന്തായാലും സന്തോഷായി. ഇങ്ങനെ ഒരു അവതാരം ഇവിടെ അത്യാവശ്യമായിരുന്നു. പാമ്പിന് ചെങ്കീരിയെ ചേരൂ. പിന്നെ ആ പാലക്കാടൻ ഓലനും കാളനും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ചിട്ട് കുറെ കാലായി. നല്ല വിശപ്പുണ്ട്. ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാലെന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാലം ഓർമ്മ വരുന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതില്ല. ഫോണേ. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ആന്റി ഫോൺ. മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവയ്ക്കല്ലേ മോനെ. ആരോ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1 2 3 4 5 6 6 കസേര എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ ഒഴിക്കട്ടെ. അശോ, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പഴാ രസം ശരിക്കും രസമായത്. സർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാ മെഡൽ. ഒരിക്കലും അല്ല. അത് ഞാനിവിടെ കാലെടുത്ത് വെച്ച എന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം,
പിന്നെ അവനില്ലാതെ നമുക്കെന്താ ആഘോഷം? പക്ഷെ ഔട്ട്സൈഡേഴ്സ് ഒന്നും വേണ്ട. അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. ദേ നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ചൻ. തന്റെ മുത്തച്ഛൻ ഇപ്പൊ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല. കണ്ടില്ലേ സ്പോർട്സ് ഡ്രസ് ഇട്ടുകൊണ്ട് സ്പിരിറ്റ് അടി. ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്നാ. ഈ രണ്ട് ചെകുത്താന്മാർ ഒന്നിച്ചെങ്കിൽ പങ്കനിട്ട് എന്തോ ഒരു പാരയുണ്ട്. അച്ഛനാണ് സത്യം. പറഞ്ഞു നാവെടുത്തില്ല. ആ ഫോണിൽ തന്നെ താമസിയാതെ കമാൻഡറുടെ എല്ലാ ആണവരഹസ്യങ്ങളും നമുക്ക് മണിമണിയായി കേൾക്കാം. അതെങ്ങനെ? ഇതാ കേട്ടോ. കായികത്തിന്റെ മറവിൽ കള്ളുകൂടി പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന. തനിക്കറിയില്ല എന്റെ വിഷമം. എന്റെ മിലിറ്ററി കോട്ട ഒളിപ്പിച്ചു വെച്ച് എനിക്ക് തന്നെ റേഷനായിട്ട് തന്ന് എന്നെ മുതലെടുക്കാ കാന്താരി. പങ്കനെ കുറിച്ചാ? ഓട്ടോറിക്ഷ ബോഡിയിൽ റോക്കറ്റ് എഞ്ചിൻ ഫിറ്റ് ചെയ്ത കേസാ അത്. എത്ര ശരിയാ. ആ യക്ഷിയെ നീ വേണം ഒന്ന് തളച്ചു തരാൻ. മൂർദാവിലെ ആണി അടിച്ച് ഞാൻ തളച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ അവളുടെ ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായി ചോർത്തി തരണം. അവരുടെ കളേഷ് ഷോ ഞാൻ കൊളമാക്കി തരാം. ഇനി മുതൽ അത് കൊളേഷ് ഷോ ആണ്. അത് മതി. അങ്ങനെ അവള് ചാനലിൽ നിന്ന് ഔട്ടാവണം. അവളെ ഒന്ന് നേരെയാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്ത കോട്ട കുടിച്ച് വളർന്ന ആളാ. പെഗ് കൊടുത്ത കൈക്ക് എന്നെ കുത്തി. രണ്ടും ചേർന്ന് എന്നെ ഒതുക്കാനുള്ള ശ്രമം. നിന്നെ ഒതുക്കുന്നതിന് മുമ്പ് നിന്റെ മുത്തച്ഛനെ ഒതുക്കണം. അതിന് വഴിയുണ്ട്. എങ്ങനെ? മുള്ളിനെ നമുക്ക് ഫുള്ള് കൊണ്ടെടുക്കണം. എന്തോ മുൻജന്മ ബന്ധം പോലെ സാറിന് സഞ്ജയ് സാറിന് ഭയങ്കര ഇഷ്ടം. ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സുഭിക്ഷമായി അങ്കിളിനെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്ന്. അവൻ തറവാടിയാ. ഇവനും ഞാനും രാജലക്ഷ്മി. ഞാനല്ലേ ഗ്യാരണ്ടി? നല്ല ISI മാർക്കുള്ള ഗ്യാരണ്ടി. കൃത്യമായി പറഞ്ഞാൽ മാഡം ഇപ്പൊ തിയേറ്ററിൽ കയറി കാണും. തിയേറ്ററിലോ? ഏത് സിനിമ കാണാൻ? ഓപ്പറേഷൻ തിയേറ്ററിൽ. മണ്ടൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഒരെണ്ണം കൂടെ ഒഴിച്ചേ. വലിക്കല്ലേ. ഈ വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുന്നത് ഇന്നാ. രാജലക്ഷ്മി വന്ന ഒന്നല്ല 3 സർജറിയാണ് മാഡത്തിന്. ഓരോ മൂമെന്റ് വാച്ച് ചെയ്യാൻ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ആരെയും പേടിക്കണേ, പ്രായം എത്രയായല്ലോ. എന്തായാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചേ. നീ കുപ്പി പിടിച്ചേ. ആരെ? നിന്റെ അച്ഛനാ? ഹലോ. അതെ, അവിടെ എന്തായി? ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശൻ പാമ്പായി എഴയണം. ഓക്കെ? ഓ, മേജർ സർജറി ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പാവം മേജർ, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മുത്തച്ഛൻ മുത്തിക്കോ. ഓപ്പറേഷൻ കഴിയുമ്പോ ഒരുപാടാവും സമയം. നിനക്ക് സുഖാവുണ്ടേ മോനെ? ഒരെണ്ണം കുടിച്ചേക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം കഴിച്ചേക്കല്ലേ. വെള്ളം എന്തൊരാക്രാന്തം. വെള്ളം ഒഴിച്ചാ ഞാൻ തുമ്മും. അലർജിയാ. സാറ് മഹാപിശുക്കനാണെന്ന് എല്ലാരും പറയണത്. പക്ഷെ എനിക്കത് തിരുത്തണം. ഒരു 5000 മണീസ് എനിക്ക് കടമായിട്ട് തന്നാ മതി. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി. എന്നാ അതിന്ന് കുറച്ച് കടമായിട്ട് തന്നാ മതി. സാറേ, എനിക്ക് അംഗം കുറിക്കണം. അംഗം കുറിക്കാനോ? അതിന് വാളെവിടെ? വാള് ഉറയിലുണ്ട്. ഊരട്ടെ. ഇത് വാളല്ല, ഇത് ഉറുമിയാണ്. അയ്യോ രാജലക്ഷ്മി, ഇനി ഇവിടെ നിൽക്കണ ശരിയല്ല. വിട്ടേക്കാം. ഇവരും പോയാ? ഭയങ്കര ചൂടാ. കട്ടൻ കാപ്പിയാ? കട്ടൻ കാപ്പി കുപ്പിയിലോ? ഫ്ലാസ്ക് ഒടഞ്ഞു പോയി, അപ്പൊ കുപ്പിയിലാക്കി. എന്താ ഇതൊക്കെ? ഇത് ചിക്കൻ മിക്സർ ജിപ്സി. എന്താ വേണ? ഫിറ്റാണല്ലേ? ഗൃഹാതുരത്വം, മസ്തിഷ്കപ്ലാണം, തൃശൂർ പേരൂരുണ്ട്, പ്രത്യുഗ്നൻ. എന്താ കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യമായോ? പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയ പിന്നെ ഇതാ സ്ഥിതി. സ്പോർട്സ് ഡ്രസ്സും ധരിച്ച ദിവസം എങ്ങോട്ടാ യാത്ര? കൂട്ടുകാരന്റെ കോട്ടേഴ്സിൽ കോട്ടയടിക്കാൻ. 100 കൂട്ടം അസുഖങ്ങളുള്ള മനുഷ്യന് നേരാമണ്ണം നോക്കി മരുന്നും ഭക്ഷണവും നൽകി പരിപാലിക്കുന്ന എന്നെ വേണം പറയാൻ. ഒരു കാര്യം, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇനി ഈ വീടിന്റെ ഗേറ്റ് കടക്കരുത്. പറഞ്ഞേക്കാം. ഒരു കാര്യം, ഗേറ്റ് പഴയ സ്ഥലത്ത് തന്നെയല്ലേ? മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ശബ്ദരേഖ? എന്റെ പ്രോഗ്രാം കൊളവാക്കുമല്ലേ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇനി അടുത്തത് അവന് മരം മൊക്കറി സഞ്ജുന്. ഹലോ, ആ നീയോ? എന്തു പറ്റി ഇന്ന് ടി വിയിൽ നിന്റെ ഷോ കണ്ടില്ല? ഒക്കെ നേരി പറയാം. അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം. എന്താ കാര്യം? പറയാം, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. ഹായ്. എന്താ മുദ്ര നഷ്ടപ്പെട്ട ശൗന്തളെ പോലെ നീയാകെ ഡൾമൂഡിലാണല്ലോ. എന്താടി, പുതിയ വല്ല ഐറ്റോപ്പിക്കാനുള്ള സൂത്രപ്പണിയാണോ? എനിക്കറിയാം, നീ അതേ സംശയിക്കുള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. ആദ്യമായിട്ട് എന്റെ പ്രോഗ്രാം പോലും ഒന്ന് തടസ്സപ്പെട്ടത് അറിയോ? കാരണം എന്റെ ക്യാമറമാൻ രാഹുൽ, അവൻ ആകെ പ്രോബ്ലത്തിലാ. അവനെന്ത് പ്രോബ്ലം? ഞാൻ കണ്ടില്ലേ, സോനം അവന്റെ ഗേൾഫ്രണ്ടാ. അവൾക്കിപ്പോ ത്രോട്ട് ക്യാൻസറിന്റെ ചെറിയൊരു സിംറ്റം. ട്രീറ്റ്മെന്റ് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ അവനെ മനഃപൂർവ്വം അകറ്റുക. ഒന്നിലും ശ്രദ്ധയില്ല. അവനിപ്പോ ആകെ വട്ടുപിടിച്ചിരിക്കുക. എവിടെ ക്യാമറ? പ്ലീസ്, ആ കണ്ണിലൂടെ നീ എന്നെ ഇപ്പൊ കാണരുത്. ആരെ വേണേലും ഞാൻ പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ പറയുന്നത് നേരാ. എക്സ്ക്യൂസ് മീ, ഇവിടെ വായു ഗുളിക കിട്ടുമോ? ഗെറ്റ് ലോസ്റ്റ്. അവൻ എന്തെങ്കിലും കടുങ്കായി ചെയ്യും, അതാ എന്റെ പേടി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ്. അല്ല, ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം? ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട്. ചക്രപാണി സാറിന്റെ ആരാ കുട്ടി? മകൾ. ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട പ്ലീസ്, നീ ഒന്ന് പോയേ. ഏയ്, ഓക്കെ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. I will try my best. Excuse me. കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല. ഇതൊക്കെ ചികിത്സിച്ചാൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു എന്നത് കാര്യാക്കണ്ട. തൊണ്ടയ്ക്കാണല്ലേ? ഒക്കെ എനിക്കറിയാം. എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായൊരു അനുഭൂതിയാണ്. അവിടെ തന്റെ ഇടമാണ് ആവശ്യം. നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ചക്രപാണി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. എന്താണ് തനിക്ക് വേണ്ടത്? അത് ഞാൻ ഈ ചക്രപാണി സോറി ചക്രപാണി സാറിന്റെ മകളാന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു. നമ്പറായിട്ട് ഇറങ്ങും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ. ട്രീറ്റ്മെന്റില്ല. തന്നെ മരിച്ച കാമുകയോട് സാദൃശ്യമുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് നിയന്ത്രണം വിടും. അതിന് ചങ്ങലക്കിടല്ല വേണ്ടത്. ഉപദ്രവിക്കില്ല. സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ. അതുകൊണ്ടാ ചങ്ങലക്കിടാത്തത്. അതെ അതെ, സാറ് ധൈര്യമായിട്ട് പോയിക്കോട്ടാ. കടുവയെ പിടിച്ച കിടുവ. എപ്പടി ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. നാട്ടുകാരുടെ മുമ്പിൽ നീ അലങ്കോലപ്പെടുത്തിയ എന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ ഇത് മാത്രം മതി എനിക്ക്. This is the Pinky Show. അയ്യോ, ഇവിടെ ഇരുന്ന് പാദസരം ഇവിടെ പോയി. പാദസരോ? ആ കുട്ടി എടുത്തിട്ട് പോണ കണ്ടു. കാശ് തന്നില്ല. അവിടെ നിന്നേ. ഇതെവിടെ വന്നു? നമുക്കെന്നാ കൗണ്ടർ കൊടുക്കാം. നിക്കവിടെ. സെക്യൂരിറ്റി സെക്യൂരിറ്റി, പാദസരം മോഷ്ടിച്ചിട്ട് കടന്നു കളയാനുള്ള ശ്രമത്തിലെ. എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ? പിന്നെ ഇതെങ്ങനെ കയ്യിൽ വന്നു? ഞാൻ പറയുന്നത് സത്യം. അഭിനയൊന്നും വേണ്ട. പ്ലീസ് എന്നെ വിശ്വസിക്കേ. അതെ, കണ്ടാലറിയാൻ തട്ടിപ്പ് കേസ് കേട്ടാണ്. കോൾ ദ പോലീസ്. എക്സ്ക്യൂസ് മീ, പോലീസിനൊന്നും വിളിക്കണ്ട. ഈ കുട്ടി എനിക്കറിയാം. എന്റെ അച്ഛന്റെ പേഷ്യന്റാ. മൈ ഫാദർ ഈസ് ഡോക്ടർ നാഥ്, സൈക്കാട്രിസ്റ്റ്. ഇതൊരു തരം അസുഖ. വളരെ വില കൂടി എന്ത് വസ്തുക്കൾ കണ്ടാലും അപ്പൊ തന്നെ അടിച്ചുകൊണ്ട് പോവുക. ക്ലെപ്റ്റോമാനിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. പോലീസിന്റെ കാശ് ഞാൻ തരാം. ഇതിന്റെ പേര് കൂടി ഒന്ന് പാക്ക് ചെയ്തോളൂ. ദിസ് ഇസ് മൈ ക്രെഡിറ്റ് കാർഡ്. കൃത്യസമയത്ത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസ് ആയനെ. എന്ത് ചെയ്യാനാ, ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട്. പക്ഷെ ക്ലെപ്റ്റോമാനിയക്ക് ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല നീളത്തിലൊരു ചൂരിലെടുത്ത് നന്നായി പഴിപ്പിച്ച് നല്ല കാന്താരി മുളക് ഇങ്ങനെ തിരുമി തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാന്റ് ഇങ്ങനെ ഒരു ചന്തിക്കടിക്കുക. ഐ എം ലഫ്റ്റനന്റ് കമാൻഡർ സഞ്ജയ് നാഥ്. ഇതെങ്ങാണ് ഫ്ലാഷ് ആയി നമ്മുടെ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ആവും. ഇങ്ങനെ ഒരു പാരപണിയൊന്നും പ്രതീക്ഷിച്ചില്ല.
ബോബന് മോളി എന്താ പെട്ടെന്ന് തടി തപ്പിയത്? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കിടരുത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് 3 അടി മുന്നോട്ട് ചാടാനായിരുന്നു. ഏയ്, ദിസ് ഈസ് നോട്ട് പിങ്കി ഷോ, ദിസ് ഈസ് സഞ്ജയ് ഷോ. ഓക്കേ? നല്ല പാവല്ലേ? ഇളിക്കല്ലേ നീ ഇപ്പൊ അവന്റെ ആളായോ? അവനോട് തോറ്റാൻ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നേ? നിങ്ങൾ രണ്ടും പണ്ടേ പരസ്പരം പാരകളാ. ആരെങ്കിലും ഒരാളൊന്ന് അടങ്ങണം. വരട്ടെ ഇനി കിട്ടുമല്ലോ. വിടില്ല ഞാൻ അവനെ. നീ ഇനി പോരിനൊന്നും പോണ്ട. വെറും പാവാ അത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്ന പിന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്നോ. അമ്മയുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ നീ ശ്രദ്ധിച്ചോ? പൂജ ദാ വരുന്നമ്മേ. കേട്ടില്ലേ? അവൻ പാവത്രേ. മിണ്ടായിരടാ. ഇതെങ്ങനെ കണ്ടേ? കൊള്ളാലോ. അയ്യോ Hey! Hey! Come here, come here. What's your name? ആദി. ആദി. ഈ പ്രതിമ സാരി ഉടുത്ത് നിൽക്കുന്നതിന് നിനക്കെന്താ ഇത്ര ആദി? സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവണം. അത് ജീവനുള്ളതായാലും പ്രതിമയായാലും. യു കം 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 ദിസ് സൈഡ്, ഓക്കേ? പാവാടയില്ലാത്ത സാരി. അല്ലല്ല, ദുശാസനൻ താപ്പോടെ ചക്കനാണ്. ഞാൻ കൃഷ്ണൻ സാരി ഉടുപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടില്ലേ? കഷ്ടം, പ്രതിമയെ പോലും വെറുതെ വിടില്ല. മാറിക്കോളും. ആക്ച്വലി ഇതിനെ പിന്നെ മനസ്സിലാക്കാം. സോറി, ഇന്ന് ആരെയാണ് ആ കണി കണ്ടത്? അവനെന്റെ കൈ കിട്ടി അവനെ ഞെക്കി പിടിച്ച് ചോറ് അയ്യോ, ഫോട്ടോ കൂടെ വിട മാട്ടീங்களாடா അടക്കടവുളേ. ആമടാ. എന്താ അയ്യോ എന്റെ മോളെ. ആരാ ആന്റി ഇയാള്? വീട്ടുതടങ്കലിരിക്കാൻ ഞാൻ എന്താ രാജ്യദ്രോഹിയ? ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതെന്താ സ്വപ്ന? ഇത്രയും നാൾ ഒളിച്ചും മോഷ്ടിച്ചും കുടിച്ചതല്ലേ? ഇന്ന് അന്തസ്സോടെ ഒരെണ്ണം വീശാട്ടെ.
വല്യമ്മ എന്താ മോളെ? പെഗിന്റെ അളവ് കറക്റ്റ് ആണോ ഒന്ന് നോക്കി. കാക്ക ചെലപ്പോ മലർന്ന് പറഞ്ഞേക്കാം, കാലം മാറുകല്ലേ, ചെലപ്പോ സൂര്യൻ പടിഞ്ഞാറ് മുറിച്ചേക്കാം. പക്ഷെ ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ആ കഴിച്ചാട്ടെ. സത്യമായിട്ടും എനിക്ക് വിശ്വാസം ആവണില്ല. രാജലക്ഷ്മി, നീ എന്നൊന്നും ഉള്ളിയേ. പൂർണ്ണ മനസ്സോടെ തന്നെയാ തരുന്നത്, കുടിച്ചോളൂ. ഉള്ളത് പറയാലോ, ഇപ്പഴാ നീ എന്റെ മരുമോളായത്. കുടുംബത്തിൽ ഒരു നേവിക്കാരനായ മരുമോൻ വന്ന് കേറുമ്പോ വല്ലപ്പോഴും കമ്പനി കൊടുക്കാൻ ഇങ്ങനെ ഒരു കാരണവര് വേണമല്ലോ. എന്താ നീ പറഞ്ഞത്? അതൊന്നുകൂടെ കേക്കട്ടെ. എന്റെ മനസ്സില് വെറുതെ ഒരു മോഹം. നമ്മുടെ പൂജമോൾക്ക് സഞ്ജയ് ഒന്ന് ആലോചിച്ചാലോ? നേര് പറയാലോ രാജലക്ഷ്മി, എന്റെ മനസ്സിലും തോന്നിയ ഒരു ആഗ്രഹ. പക്ഷെ നിന്നോട് പറഞ്ഞ ഒരു അബദ്ധാവോന്ന് പേടിച്ച് മിണ്ടിയില്ല. കുട്ടികൾ ഇപ്പൊ അറിയണ്ട. വല്യമ്മ നാട്ടിൽ ചെന്ന് അവന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ജാതകപ്പുറത്ത് നോക്കിയിട്ട് മതി എല്ലാം. എപ്പ പുറപ്പെട്ടു എന്ന് ചോദിച്ചാ മതി. അല്ല, അവന്റെ സമ്മതം കൂടി അറിയണ്ടേ? എനിക്ക് വിശ്വാസമുണ്ട് അവൻ സമ്മതിക്കുമെന്ന്. ഓ, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. രാജലക്ഷ്മി, നീ ഒരു ലാർജും കൂടി ഒഴിച്ചേ. ഇനി ഒന്നിനും ഒരു വിഘ്നമില്ലാതെ ഇതൊരു പതിവായിക്കോട്ടെ. അത്രയ്ക്കങ്ങോട്ട് വേണം. വേണ്ടേ? വേണം അല്ലേ? ആവശ്യമുള്ളൂ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വാവാച്ചിയുടെ. അയ്യോ, അപ്പൊ ഇന്നാണല്ലേ ഫെബ്രുവരി 29? അതെ, 4 ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന ആ മഹാസുദിനം ഇന്നാണ്. നീ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. ഏയ്, നാട്ടിൽ നിന്ന് വെളുപ്പിനെ തന്നെ മുത്തച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു. അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്. അയ്യോ, എന്റേതല്ല, ബൈക്കിൽ വന്ന ഒരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ, സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. സിഗരറ്റോ? കൊള്ളാലോ. ഫേഷ്യലിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. സോപ്പ് പറ്റിയോ? നോക്കട്ടെ നോക്കട്ടെ. ഹായ്, മീശ. ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിന് ചേരി. ഇത് മനഃപൂർവ്വം തന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കണമെങ്കിൽ ഇത് അവൻ തന്നെയാ, ആ തെണ്ടി. Okay, Sanjay. See you tomorrow. Bye-bye. Bye. Hi, Sanjay. Sir. Relax. എടാ കഴുതേ, നിന്നെ തന്നെയാണ് തെണ്ടി. Nice, huh? ഇങ്ങോട്ട് വാ ഡാഷേ. Oh, लड़की कौन? She's my best friend. Oh. എടാ കഴുതേ, തെണ്ടി, മര്യാദക്ക് ഇങ്ങോട്ട് വരണതാ നല്ലത്. टेंडी कल्द है, इसका मतलब क्या है? That means you are looking good, intelligent, and so on. Oh, thank you. എടാ പട്ടി. What pati? She says you are looking handsome. അതല്ലടാ മരപ്പട്ടി. Marapati? You look more handsome in the white dress. कौन मैं? Yeah, ഇത് എന്റെ വക ആപ്പ്. Come. പട്ടിക മാമനുണ്ട്. Thank you. I'm Tendi Patti Kalde Marapati. Thanks for your compliment. Shall we? Oh yes, carry on. Thank you. വാടി പൂത്തങ്കീരി. ഇങ്ങോട്ട് വാടി. ഒരുമാതിരി ചന്ത കൾച്ചറായിട്ട് വന്നാണ്ടല്ലോ. ആ സർദാർജിക്ക് മലയാളം അറിയാത്ത എന്റെ ഭാഗ്യം. നിന്നെ നാട്ടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കിട്ടി നിന്റെ ഗിഫ്റ്റ്. ഇടി, നിനക്ക് അർഹതപ്പെട്ടത് തന്നെ ഞാൻ സമ്മാനിച്ചത്. ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ? അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. ആരെന്നെ നട ആനച്ചന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരുമാതിരി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എടി, നീ ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല. കുസൃതിയും കുശുമും കൂടപ്പുറപ്പാണെങ്കിലും എന്റെ ആ പഴയ കളിക്കൂട്ടുകാരിയെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ട്. അയ്യടാ, ഒലിപ്പിക്കല്ലേ. സത്യടി, നീലക്കുറിഞ്ഞി പൂവിനെ പോലെ ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട നിന്റെ പിറന്നാൾ ദിനത്തില് മനസ്സറിഞ്ഞ് ഞാനൊരു സമ്മാനം പ്രത്യേകം തരുന്നുണ്ട്. തരട്ടെ? ഡോർ ഓർക്കട്ടെ. എന്താ A gift for you. വീണ്ടും എന്നെ പറ്റിക്കാനാ? നീ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് തുറന്നു നോക്ക്. മോശമായിട്ട് എന്തെങ്കിലും ഇതിൽ കണ്ട
പിന്നെ ലൈഫിൽ നീ നമ്മുടെ പങ്കം മങ്കിയായി അല്ല പങ്കം പിങ്കിയായി നോക്കിയേ. എങ്ങനെയുണ്ട് എന്റെ ഫാഷൻ ഷോ? ഇതൊരു റിഹേഴ്സലാ. ശരിക്കുള്ള ഷോ വരണേ ഉള്ളൂ. ബൈ. ഒരു ശസ്ത്രക്രിയ പോലും ഇല്ല നമ്മുടെ പങ്കം പിങ്കിയായി. എന്താണ് എന്റെ ബയോളജിക്കൽ സീക്രട്ട്? എന്നാ പറ. ഞാൻ പറഞ്ഞുതരാടാ തെണ്ടി. ഈ മുതൽ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരു സീക്രട്ടും അറിയണ്ടേ. കൊണ്ട് തിരിച്ചറിയരുത്. എന്നാലും എവിടെ വെച്ചത് ഞാനത്? നീ എപ്പോ വന്നു? ഒരു ഫയൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. നീ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഞാൻ നോക്കിയല്ലോ. ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഒരു ഓഫീസർ ജാട കണ്ടാ തോന്നും ഇന്ത്യൻ നേവി മുഴുവൻ ഇയാളുടെ കൺട്രോളിലാണെന്ന്. കൊടുത്തിറങ്ങി വന്ന എന്നെ വേണം പറയാൻ. നാളത്തെക്കാളും നിന്റെ മുഖത്തിന് ചേരുന്നത് ആ കുറുമ്പുണ്ടല്ലോ, അത് തന്നെയാ. ഒരു ഗിഫ്റ്റും കൂടി തരട്ടെ. കൊഞ്ചല്ലേ? ജോത്സ്യന്റെ കുറിപ്പ് നേരിട്ട് കണ്ടാലേ നിനക്ക് മനസമാധാനാവുള്ളൂ എന്ന് എനിക്കറിയാം. 10-8 പൊരുത്ത. എത്ര കാത്തിരുന്ന അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഒത്തുകിട്ടിയത്. നമ്മളെക്കാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടിൽ പന്തലിട്ട് കേമുമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരു ആഗ്രഹ. തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിലൊരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ.
വിളിക്കരുത് എന്നെ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്. എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം. ആരാ ഞാൻ? അറിയാം. അമ്മയുടെ മോളല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മോളെ ഈ കുടുംബത്തിൽ ഞാൻ ആരാ? അവള് പറഞ്ഞു സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടി വെക്കുകയായിരുന്നു. നിന്റെ അച്ഛനു വേണ്ടി, എന്റെ മോനു വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹിയിൽ. പൂജ മോൾക്ക് 1 വയസ്സ് പ്രായം. മേജർ സാഹബ് ബാഹർ ഗയേ ഹൈ. എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന്. വണ്ടി എടുക്ക. രാജലക്ഷ്മി, എന്താ ഇത്? അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് കണ്ടാ പോരാ. എനിക്ക് ഇപ്പൊ തന്നെ നേരിൽ കാണണം. കാതുകൊണ്ട് പലതും കേട്ടു. സ്വന്തം ഭർത്താവിന്റെ രഹസ്യബന്ധം നേരിൽ കണ്ടു തന്നെ വിശ്വസിക്കണമെന്ന് തോന്നി. തൃപ്തിയായി. വേണ്ട, ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. പക്ഷെ എന്നെയും എന്റെ മോളെയും വഞ്ചിച്ച് നിങ്ങളെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. അതെ, ദൈവ സത്യമായിട്ട് ഞാൻ പറയാ, ആ കടുങ്കൈ ഞാൻ ചെയ്യും. എന്തിനാടാ ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്തത്? അച്ഛാ വേണ്ട, അവള് പറഞ്ഞതുപോലെ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. वो औरत तुम्हारी पत्नी है क्या? यूं तुम दोनों ने मिलकर उस बेचारी को धोखा दे दिया। क्या तुम पहले से ये बात जानती हो? बोलो, कहो। मैं जानती थी। उस औरत के आंसू एक बच्चे को भी श्रापित कर देगा। तुमने हमारे कुल का नाम मिट्टी में मिला दिया। അന്ന് രാത്രിയാണ് ആ ദുരന്ത വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ജഡമായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടത്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇരുവരും സ്വയം ഏറ്റെടുത്തു. എന്റെ മോളെ വളർത്തും, ഒന്നും അവളെ അറിയിക്കരുത്. അന്ന് നെഞ്ചിലേറ്റിയതാ അവൾ നിന്നെ. പിറ്റേന്ന് നിന്റെ അച്ഛനും മരിച്ചു. സ്വന്തം മോളെ പോലെ ഒന്നും അറിയിക്കാതെ തന്നെ വളർത്തിയത്. ഒരു നിമിഷം
അവള് വാവിട്ട് പറഞ്ഞുപോയി. അപ്പൊ ഈ വീട്ടില് ഞാൻ ആരുമല്ലേ? എന്താ നീ പറയണേ? നീ എത്ര വളർന്നാലും എന്റെ മോൻ അമ്മ ഏൽപ്പിച്ച ആ കൈക്കുഞ്ഞായിട്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അറിഞ്ഞു തന്നെയാ നിന്റെ എല്ലാ കുസൃതിത്തരങ്ങൾക്കും ഈ മുത്തച്ഛൻ കൂട്ടുനിന്നത്. സ്വന്തം മോളല്ല, എന്നിട്ടും എത്ര വാത്സല്യത്തിന് എന്നെ വളർത്തിയത്. അമ്മയെ എന്തുമാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാൻ കാരണമല്ലേ അമ്മയുടെ ജീവിതം പോലും ഇങ്ങനെയായത്? അല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞ രാജലക്ഷ്മിയുടെ ജീവിതം തകർത്തത് ഈ ഞാനാ. ആ രഹസ്യബന്ധത്തിൽ നിന്നും എന്റെ മോനകറ്റാൻ മനപ്പൊരുത്തം പോലും നോക്കാതെ മുറപ്പെണ്ണിനെ കൊണ്ട് ഞാൻ അവനെ കെട്ടിച്ചു. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ അവളെ ബലിയാടാക്കിയത്. ഈ മുത്തച്ഛന് ഒരു പ്രായച്ചിത്തം ചെയ്യണം നിന്നിലൂടെ. അവൾ പൂജമോൾക്ക് വേണ്ടി ഒരുപാട് ആശിച്ചുപോയി. നാട്ടിൽ ചെന്ന് ഞാനും വാക്കു കൊടുത്തു, ഈ കല്യാണം തന്നെ നടക്കട്ടെ. സഞ്ജയനോട് വല്ല മോഹവും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ അത് മറക്കണം. ഈ മുത്തച്ഛന്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയുണ്ട്? അയ്യേ, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, അമ്മേ വിശക്കുന്നു. എന്ത് വേഷമാടി ഇത്? നിന്നോടാ ചോദിച്ചത്? അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ. അവച്ചി പേടിച്ചു. എന്താ മോളെ? മോള് ഉറങ്ങിക്കോ. അമ്മേ, മോളെ, ഞാൻ എല്ലാം മുത്തശ്ശൻ പറഞ്ഞു. ഒരപേക്ഷയേ ഉള്ളൂ. ഞാൻ അമ്മയുടെ മോളല്ലെന്ന സത്യം പൂജ അറിയരുത്. മോളെ പറഞ്ഞാൽ ആ നിമിഷം മുതൽ ഞാൻ അവളുടെ വാവാച്ചി അല്ലാതായി പോവും. ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ചത് പറ്റിപ്പോയി ഈ അമ്മയ്ക്ക്. എന്നും എന്റെ രണ്ട് കണ്ണുകളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പറയ, എന്റെ മോൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്ത് മണ്ടത്തിന് എന്റെ അമ്മ പറയണേ? ഞാൻ വെറും ഒരു കോമാളി. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ താൻ തോന്നിയായി മരങ്കേറി പെണ്ണിന് അത്ര സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെയാ മരമാക്രി ഉണ്ടല്ലോ സഞ്ജു, അവനെ പറ്റിക്കാനാ. എന്റെ അമ്മക്കിളി ഒന്ന് ചിരിച്ചേ. ദേ വന്നു മണവാട്ടിപ്പെണ്ണ്. ഒരു ഗുഡ് ന്യൂസ്, എന്നെ കെട്ടിച്ചൂടാൻ പോവാ. പൊടി സത്യം. ആ കോന്തൻ ആരാന്നറിയോ? നമ്മുടെ സഞ്ജു. നീ ഭാഗ്യവതിയാ. എന്റെ ഈ പൂച്ചക്കുഞ്ഞിനെ ആ തെമ്മാടി പൊന്നു പോലെ നോക്കും.
എന്തായി കിട്ടിയോ? പങ്ക ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു. നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ഈ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്ത് പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. കൺഗ്രാറ്റ്സ്, ഞാനും അറിഞ്ഞു. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല, നമ്മള് തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ എന്ന് നീ വിശ്വസിച്ചു? അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായെ പിടിച്ച പഴയ കിടുവ മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു, ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫോൺ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല. ഫോൺ ആയെന്ന് സമ്മതിക്കാൻ എന്താ എത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ നിഷേധിക്കുന്നില്ല. ഓക്കെ, നൗ ഐ ആം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ടനുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കി ഷോ. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാള് പൂർണ്ണമായും വിശ്വസിച്ചു? അത്രയ്ക്ക് മണ്ടനല്ല അയാള്. പക്ഷേ എങ്ങനെയെങ്കിലും അവനത് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ പെണ്ണാണെന്ന് നീ അവനോടൊരു കള്ളം പറയണം. അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ബലിപ്പിച്ചാലേ അവനത് വിശ്വസിക്കത്തുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അത് പറയണം. ശരിയാ, പഴമക്കാർ പറയുന്ന പോലെ 1000 കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടക്കണമെന്നാ പറയാം. ആ, ലൊക്കേഷനിൽ വന്നപ്പോ സംസാരിക്കാൻ പറ്റിയില്ല. അവള് കാണിച്ച് പ്രേമവും നടവൊക്കെ ഞാൻ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. പക്ഷെ സാറ് അത് തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ. ലിവ് ഇറ്റ്. ഞാൻ അപ്പോഴേ അത് മറന്നു. ഇരുമ്പ് വളയ്ക്കാൻ അത്രയ്ക്ക് പാടില്ല, പക്ഷെ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനാ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. അതെ, ഇപ്പൊ എന്റെ പെണ്ണാ അവള്. ഞങ്ങള് തമ്മില് അത്രയ്ക്ക് ഇഷ്ടത്തില്ല. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എനിവേ, യു ആർ ലക്കി. ഇത് മാത്രം പോരാ. പിന്നെ പൂജയുടെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. എന്റെ മുമ്പിൽ അവള് വെച്ച ഒരേ ഒരു കണ്ടീഷൻ അത് മാത്രം. സാറ് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. എക്സ്ക്യൂസ് മീ. ഹലോ. ആ, ഒരുവിധം ലീവ് ഒപ്പിച്ചെടുത്തു. ഇപ്പൊ തന്നെ പുറപ്പെടും. കണ്ടില്ലേ, കല്യാണത്തിന് എന്നെക്കാൾ തിടുക്കം എന്റെ വീട്ടുകാർക്ക്. പൂജയുമായുള്ള വിവാഹത്തിന് അവർ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ. അത് നല്ലതിനാവും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു തുക്കട ക്യാമറയും തൂക്കി നല്ലൊരു പെൺകുട്ടി ഒപ്പിച്ചെടുത്തില്ലേ. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി ജേണി. താങ്ക് യു. ഒടുവിൽ അവരുടെ കോമഡി ഷോയിലെ അവസാന ഭാഗം പോലെ ആ മണ്ടൻ കിരീടം നീ സ്വയം അണിഞ്ഞു എനിക്ക് വേണ്ടി. രാജലക്ഷ്മി, കല്യാണത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം, അറിയാലോ. നാളത്തെ കോർട്ട് മാർഷൽ കഴിഞ്ഞാലുടൻ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. നീ കൂടെ ഒപ്പുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പ്ലീസ് ഡാ, 2 എപ്പിസോഡ് കൂടി എടുത്തിയാലുള്ളൂ. നാളെ ഞാനും അമ്മയും ഒരുമിച്ച് തറവാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും. ഈ കുറിഞ്ഞി, മുത്തച്ഛൻ ഇവിടെ ഇല്ല. അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടാ. പിള്ളേച്ചാ, അവിടെ ചെന്ന് കോട്ടയടിച്ച് ഓവറാക്കരുത്. അമ്പലത്തിലൊക്കെ ഞാൻ പൊക്കോളാം. എടാ കുട്ടിരാമ, വേഗം കേറ്. അവിടെ കാണാം. ബൈ. സ്റ്റീഫൻ ജിക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട്
നാളെ അവള് പോവാ മോളിലെ കല്യാണം ആഘോഷിക്കാൻ. നാളത്തെ കോർട്ട് മാർഷൽ അവൾ അറ്റൻഡ് ചെയ്ത പിന്നെ இல்ல இந்த ஸ்டீவன் உயிரோட இருக்க வரைக்கும் அது நடக்கும்ல. മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അമ്മ നാളെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാൻ റെഡി വിത്ത് ലഗേജ്. ഗുഡ് നൈറ്റ്. സഞ്ജയനോടൊപ്പം ഇപ്പൊ ഇങ്ങെത്തും. ആ ഇതാ വന്നല്ലോ.
അന്ന് നീ എന്നെ ഏൽപ്പിച്ച ഒരു സമ്മാനം ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചേൽപ്പിക്കാം. ഈ മരമാക്രിയെ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. ശരിക്കും നിങ്ങളാ ഒരുമിക്കേണ്ടത്. പൂജമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു ബന്ധം ഇവൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. ഹാപ്പി അല്ലടോ? പിന്നെ ഇനി ഒരു ആയുസ് മുഴുവൻ ഈ മരം കയറി ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അല്ല, ഇതെപ്പോ സംഭവിച്ചു? അമ്മായിയപ്പന്റെ വട്ടുപാറിട്ട് ഞങ്ങൾക്ക് ഒരുമിക്കാന്ന് വെച്ചാല് ഈ ജന്മം നടക്കില്ല. അതുകൊണ്ട് അമ്മായിയപ്പനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഷോക്കും കൊടുത്തു. അതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാലിലേക്ക് പറക്കാൻ പോവുക. പറക്കൽ എന്ന് പറഞ്ഞ ഇതാ പറക്കല്.